ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ഫോട്ടോയ്ക്കുള്ളിൽ മറ്റൊരു ഫോട്ടോ ഹൈഡ് ചെയ്യുന്നൊരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ഫോൾഡർ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഏത് ഫോൾഡറിൽ വേണോ ചെയ്യാൻ കേട്ടോ, വേറെ ഫോൾഡർ ഉണ്ടാക്കിയിടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വേണോ ഫോൾഡർ ഉണ്ടാക്കിയിടാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഫോട്ടോ എന്നും ഹൈഡ് എന്നും ഒരു ഓപ്ഷൻ, രണ്ട് പടം ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. രണ്ട് ഇമേജ് ഞാനിവിടെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനും വൈഫുമാണ്. അപ്പം ഞങ്ങളുടെ ഇമേജിൻ്റെ പേരെന്താണെന്ന് നോക്കിയേ, ഹൈഡ് എന്നും ഇവിടെ ഫോട്ടോ എന്നും. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഫോട്ടോയുടെ പേര് ഏതായാലും അത് നോട്ട് ചെയ്യുക. സിമ്പിളാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ സുഖമായിരിക്കും. അതുകൊണ്ട് ഇമേജിൻ്റെ പേരുകൾ സിമ്പിളാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിളാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിൻറാറോ അല്ലെങ്കിൽ 7-zip എന്ന് പറയുന്ന ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇടുക. വിൻറാർ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിൻറാർന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാവർക്കും അറിയാം ഇതെന്താണ് ഇതിൻ്റെ യൂസ് എന്ന്. നമുക്ക് സിപ്പ് ഫയൽ ആക്കാനായിട്ടുള്ള ഒരു പരിപാടിക്കാണ് ഈ സാധനം. സിപ്പ് ഫയൽ ആക്കാനാണ് മെയിൻലി ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇമേജ് നമ്മൾ സിപ്പ് ഫയൽ ആക്കുക, ഒരു ഫോൾഡറാക്കി ഒളിപ്പിച്ചിടുന്നൊരു പരിപാടിയാണ്. ഒരു ഫോൾഡറിനകത്ത് ഇതാവുന്നൊരു പരിപാടിയാണ്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റൂ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഈ വിൻറാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടതിന് ശേഷം നിങ്ങളുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ ഹൈഡ് എന്ന് പറയുന്ന ഈ ഇമേജിലെ അതിൽ ഇതാണല്ലോ നമുക്ക് ഇതിനകത്ത് ഒളിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഫോട്ടോ എന്ന് പറയുന്ന ഈ ഐക്കണിനകത്ത്, നമ്മുടെ ചാനലിൻ്റെ ഐക്കണാണിത്, അതിനകത്തോട്ട് ഇതിനെ ഒളിപ്പിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഹൈഡ് എന്ന് പറയുന്നതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും ഈ വിൻറാറിൻ്റെ. അതിൽ ആദ്യം തന്നെ കിടക്കുന്ന ആഡ് ടു ആർക്കൈവ് എന്ന് പറയുന്ന, ആർക്കൈവ് എന്നൊക്കെ പറയും തന്നെ, ആർക്കൈവ് എന്ന് പറയുന്ന ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആഡ് ടു ആർക്കൈവ് എന്ന് പറയുന്ന ഈ സാധനത്തിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും, വിൻഡോ വരും. അതിൽ ഈ സിപ്പ് ഫയൽ ആക്കി കൊടുക്കുക. ഈ റാർ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, സിപ്പ് ഫയൽ ആക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഈ സിപ്പ് ഫയൽ എന്നുള്ളതിൽ ഈ സിപ്പിൽ ഞെക്കിയിട്ട് ZIP സിപ്പ് എന്നാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇവിടെ വേറൊരു സാധനം വന്നിട്ടുണ്ട് അല്ലേ, ഒരു സിപ്പ് ഫയലായി. ഇപ്പോൾ കണ്ടോ, ഇല്ല, ഒരു ഫയൽസിനെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഐക്കണാണ്. സത്യം പറഞ്ഞാൽ അതാണ് പരിപാടി. കുറേ ഫയൽസിനെ ഒരുമിച്ച് പൂട്ടിയിടുന്ന ഒരു പരിപാടിയാണ്, ഒറ്റ ഫയലാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഈ സിപ്പ് ഫയൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഇനി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, ഈ ഫോട്ടോ അതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇത് കളയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോ ഇനി നമുക്ക് വേണ്ട, ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഹൈഡ് ചെയ്യേണ്ട ഫോട്ടോ ഇതിനകത്തായി അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ .zip എന്നോ അല്ലെങ്കിൽ .jpg എന്നോ എക്സ്റ്റൻഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കാണിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇമേജിൻ്റെ പേര് 123 എന്നാണെങ്കിൽ 123 എന്നേ കാണിക്കൂ. .jpgയോ .zip എന്നോ ഒന്നും കാണിക്കില്ല. അത് കാണാൻ വേണ്ടി സിമ്പിളായിട്ടൊരു പരിപാടിയുണ്ട്. ഇത് ഇവിടെ വ്യൂ ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഫയൽ നെയിം എക്സ്റ്റൻഷൻസ് എന്ന് അതൊന്ന് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ കാണാം. കണ്ടോ, ഇത് അൺടിക്ക് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. അത് ടിക്ക് ഇട്ട് കൊടുക്കുക, അപ്പോൾ എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോഡുണ്ട്. ഈ കോഡ് കണ്ടോ, ഈ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കോഡിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് താഴോട്ടാക്കി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ കോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ബി കഴിഞ്ഞിട്ട് photo.jpg എന്ന് പറയുന്നത് ഇതാണ്. hide.zip എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സിപ്പ് ഫയലാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കിനി ക്രിയേറ്റ് ആയി വരാൻ പോകുന്ന ഇമേജാണ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. ഇതൊന്ന് ആദ്യം കോപ്പി ചെയ്ത് വയ്ക്കുക. ഇതൊന്ന് Ctrl+C അടിച്ച് കോപ്പി ചെയ്തു ഞാൻ. എന്നിട്ട് തിരിച്ച് ആ ഫോൾഡറിൽ വന്നിട്ട് ഈ ഫോൾഡറിൻ്റെ മുകളിൽ ഇതിൻ്റെ പാത്ത് വേ ഉണ്ട്. ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്, ഏതിനകത്താണ് കിടക്കുന്നതെന്നുള്ള പാത്ത് വേ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം. കണ്ടോ, യൂസർ ഡെസ്ക്ടോപ്പിനകത്ത് ഇന്ന ഫോൾഡറിനകത്താണ് ഇത് ഇത്രയും കിടക്കുന്നത്. അതിങ്ങനെ സെലക്ട് ആയി നിൽക്കുമ്പോൾ ബാക്ക് സ്പേസ് അടിച്ച് അവിടെ ഫുള്ള് ക്ലിയർ ചെയ്യുക. എന്നിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. CMD എന്ന് ടൈപ്പ് ചെയ്ത് അടിക്കുമ്പോൾ ഇതുപോലെ പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. ഇതിൽ ആ പാത്ത് വേ ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചില്ലേ, അത് Ctrl+V അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ പേസ്റ്റായി. ഓക്കെ, മനസ്സിലാക്കുക. നിങ്ങളുടെ ഇമേജിൻ്റെ പേരുകൾ അതേ കണക്ക് കൊടുക്കുക. ഇപ്പോൾ ഈ ഫോട്ടോ ഒന്നായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഈ ഏതിലോട്ടാണോ ഹൈഡ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് ചിലപ്പോൾ 123 എന്നായിരിക്കാം. എങ്കിൽ അത് 123.jpg എന്നാക്കുക. ഇതിൻ്റെ പേര് ഇപ്പോൾ വിശാഖ് എന്നാണ് ആ ഫയലിൻ്റെ പേരെങ്കിൽ ഇവിടെ വിശാഖ്.zip എന്നാക്കുക. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്തുവേണോ കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ അതിൻ്റെ പേര് വരേണ്ടത് അതവിടെ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കുമ്പോൾ
നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, ബാക്കിൽ ഇവിടെ ഒരു output.jpg എന്നൊരു ഇമേജ് കൂടി വന്നിട്ടുണ്ട്. ഒരു ഇമേജ് കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഫയൽ കോപ്പീഡ് എന്നുള്ളൊരു ഓപ്ഷനും കാണിക്കുന്നുണ്ട്. ഇനി ഇതങ്ങ് ഇൻറ്റു ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഇനി പരിപാടി ഇത് ഈ ഫോൾഡറിലാണ്. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെയാണ് നമുക്കുള്ള പരിപാടി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഔട്ട്പുട്ട് കിട്ടി. ഈ ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഔട്ട്പുട്ട് സൈസ് ഇവിടെ കാണാം. 1.45 MB ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഈ നിങ്ങൾ ഇപ്പുറത്തെ ഫയൽ നോക്കിയേ, അത് 153 KB ഉള്ളൂ. അപ്പോൾ ഈ ഫയൽ ഇതിനകത്തായതുകൊണ്ടാണ് അതിൻ്റെ സൈസ് ഇത്രയും കൂടിയത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഇത് രണ്ടും അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. കണ്ടോ? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഓക്കെ, അതിൻ്റെ ഔട്ട്പുട്ട് സൈസ് ഉണ്ട്, ഇമേജിന് സൈസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സാധനം നമ്മൾ ഒളിപ്പിച്ചു. ഈ ഒരു പടം ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാ ഒരു ഫോട്ടോ ആയിട്ട് അത് ഓപ്പൺ ആവും. പക്ഷേ ഇതിനകത്ത് നമ്മളുടെ ഒരു കപ്പിൾ ഫോട്ടോ ഒളിച്ച് കിടപ്പുണ്ട്. അതിനി എങ്ങനെ നമുക്ക് മാറ്റാം, തിരിച്ച് കാണാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ച് വേറെ സ്ഥലത്തോട്ട് കോപ്പി ചെയ്യാം എന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. സിമ്പിൾ വഴിയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, ഈ എക്സ്റ്റൻഷൻ വരുത്തുന്ന ആരും അറിയാലോ. വ്യൂവിൽ ഈ ഫയൽ നെയിം എക്സ്റ്റൻഷൻ ഓൺ ആക്കിയിട്ടാൽ മതി. എന്നിട്ട് ഇത് റീനെയിം ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കുക. റീനെയിം കൊടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാതെ ഈ JPG എന്നുള്ള എക്സ്റ്റൻഷൻ കണ്ടോ, അത് മാറ്റിയിട്ട് ZIP, അതായത് സിപ്പ് എന്നുള്ള എക്സ്റ്റൻഷൻ ആക്കിയിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ ചോദിക്കും, ആർ യു ഷുവർ വാണ്ട് ടു ചേഞ്ച് ഇറ്റ്? ചേഞ്ച് ചെയ്യണം എന്നുള്ള അങ്ങ് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിപ്പ് ഫയലായി. കണ്ടോ? output.zip ഫയലായി. ഇനി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ. കണ്ടോ? അതൊരു സിപ്പ് ഫയലായിട്ട് മാറി. മനസ്സിലായോ? നിങ്ങൾക്ക് എപ്പോഴാണോ ആ ഹൈഡ് ചെയ്ത പടം കാണേണ്ടത് അപ്പോഴിത് ചെയ്താൽ മതി കേട്ടോ. സിപ്പ് ഫയലായി. സിമ്പിളാണ്. അതിൻ്റെ എക്സ്റ്റൻഷൻ മാറ്റി സിപ്പാക്കി. JPG ആയിരുന്നു, അത് സിപ്പാക്കി മാറ്റി. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതേ ഇവിടെ കിടപ്പുണ്ട്. ഇത് ഇതിൻ്റെ പരസ്യമാണ്. ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറയുവാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കിടപ്പുണ്ട് സാധനം. കണ്ടോ? ഇതാണ് നമ്മുടെ ഇമേജ്. ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് വലിച്ച് ഇങ്ങോട്ട് പുറത്തോട്ട് ഇടാം. കണ്ടോ? ഇമേജ് അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഈ സിപ്പ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ മാറ്റുന്നത് വരെ അതവിടെ ഹൈഡായി കിടന്നോളും. ആർക്കും മനസ്സിലായില്ല. സാധാ ഒരു ഫോട്ടോ ആയിരിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സാധാ ഒരു ഇമേജ് ഓപ്പൺ ആകുന്നു. പക്ഷേ അതിൻ്റെ എക്സ്റ്റൻഷൻ മാറ്റി സിപ്പിലോട്ടാക്കുമ്പോൾ അതിനകത്തുള്ള ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് പരിപാടി. ഒരു ചെറിയ അറിവാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിട്ടതാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.